ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ എണീറ്റ് വന്ന് നമ്മുടെ കാപ്പിയുടെ പരിപാടീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് രാവിലെ നുറുക്കിരിക്കഞ്ഞിയും കാച്ചുവിന് രാവിലെ മാഗിയാണ് കേട്ടോ സ്പെഷ്യല്. അപ്പോൾ കാച്ചുവിൻ്റെ മാഗി റെഡി ആയിട്ടുണ്ട്. രാവിലെ എണീറ്റ് കാപ്പി ഇടുന്ന കൂടെ തന്നെ ചോറും വെക്കും. കാരണം കാശുവിന് വിശപ്പിൻ്റെ വിളി നേരത്തെ വരും. കാശുവിന് മാത്രമല്ല എനിക്കും വരും. അപ്പോൾ റൈസ് കുക്കറിലാകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ചോറ് വെച്ചാലേ ഒരു 2 മണിക്കൂർ, ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണം. അതുകൊണ്ട് രാവിലെ തന്നെ ചോറ് വെച്ച് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഊറ്റാറാ പതിവ്. രാവിലെ എണീറ്റ് വന്നാലുള്ള എൻ്റെ മുറിയുടെ അവസ്ഥ ഇതാണ് ഗൈസ്. നമ്മുടെ കട്ടിൽ വരാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ രാവിലത്തെ സഹായി കാശിയാണ് കേട്ടോ. ബെഡൊക്കെ വിരിച്ചു തരും, പക്ഷെ എല്ലാ സാധനങ്ങളും കറക്കി എറിയും. എന്നാലും ആവശ്യം എൻ്റേതാകുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആട്ടെന്ന് വിചാരിച്ച് ഞാനും മിണ്ടാൻ പോവാറില്ല. അപ്പം നമ്മുടെ ഞുറുക്കരക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല നാരങ്ങ അച്ചാറും കൂട്ടി ഇനി ഇതൊരു പിടിപ്പിക്കണം ഗൈസ്. അപ്പം സമയം ഏതാണ്ട് 1 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ചോറുണ്ട്, സാമ്പാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്, ഉണക്കമീനുണ്ട്. അപ്പം ഇത്രയും കൂട്ടിയാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാം. ഉച്ചയൂണും വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കടയ്ക്ക് പോകാനുണ്ടായിരുന്നു. കുഞ്ഞൻ്റെ പാമ്പേഴ്സ് മേടിക്കാനാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വേറെ വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. അമ്മേ, നട്ടുച്ച വെയിലത്താണ് കേട്ടോ പോയത്. തിരിച്ചു വന്നപ്പം ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കാപ്പിയൊക്കെ ഇട്ടു. പതിവ് പോലെ തന്നെ എനിക്കും അമ്മയ്ക്കും കാപ്പി, കാച്ചുവിന് ചായ. പിന്നെ കാച്ചുവിന് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്തു. കാച്ചുവിന് മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാം ചായയുടെയും കാപ്പിയിട്ട് കൊടുത്ത് കടി ബിസ്ക്കറ്റ് തന്നെ ആയിരുന്നു. വൈകുന്നേരം സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്നുള്ളൊരു കാപ്പി കൂടി ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കാരണം ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ കല്യാണമായിരുന്നു. അപ്പോൾ വഴി നിറച്ച് ബൾബും വെട്ടമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മുറ്റത്തിൻ്റെ വാതിക്ക് തന്നെ, നമ്മുടെ തൊട്ടടുത്തുള്ള വീടാണ്. അപ്പോൾ അവിടെ നിറച്ച് ചെറിയ ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ചൊക്കെ നോക്കണം, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഫുൾ ടൈം വെട്ടമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം ചായ കുടിച്ചിരുന്നു. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും കുഞ്ഞനെയായിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്ന് കാറ്റൊക്കെ കൊണ്ടു. കുഞ്ഞിന് സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനും അമ്മയും കുഞ്ഞനും കൂടെ കഥ പറഞ്ഞിരുന്നു. കാച്ചു ടിവിയും കണ്ട് മുറിയിൽ തന്നെ ഇരുന്നു. പിന്നെ നേരെ കയറി വന്ന് നാളെ രാവിലത്തേക്ക് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക്. അപ്പം അതൊക്കെ അരച്ചെടുത്തു. അരി അരയ്ക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായി. അപ്പോൾ ആ പാത്രങ്ങളെല്ലാം കഴുകി സ്ലാവെല്ലാം ഒന്ന് തുടച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി മൊത്തത്തിലൊന്നെല്ലാം ഒതുക്കി പെറുക്കി ഒന്ന് തുടച്ചൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കും ഏകദേശം കഴിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചു വന്ന് നേരെ ജനലിക്കൂടെ നോക്കിയപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല അടുത്ത വീട്ടിലെ കല്യാണം എന്ന്. അതൊക്കെ കാഴ്ച കണ്ട് കുറേ നേരം അവിടെ നിന്നു. പിന്നെ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല, നേരെ കയറി കിടന്നിറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.